നമുക്ക് സേവ് ചെയ്യാം ഫയലില്. സേവ് ആസ്. ഇപ്പൊ ജസ്റ്റ് ഞാൻ ഇത് ഡെസ്ക്ടോപ്പിലാണ് ഇടുന്നത്. നെയിം കൊടുക്കാൻ പോവാണ് f3.html. എന്നിട്ട് നമ്മള് സേവ്. ഓക്കെ, നമുക്ക് ഇനി ഇത് റൺ ചെയ്യാം. വന്നു. ഓക്കെ, കണ്ടോ നമ്മൾ ഔട്ട്പുട്ട് കിട്ടിയുണ്ടോ? ഇനി നമുക്കിതില് h1 കൊടുത്ത് നോക്കാം. h1 എന്ന് വെച്ചാൽ എന്താ? ഹെഡിങ്. ഹെഡിങ് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് h1. ഓക്കെ, നമ്മൾ സേവ് ചെയ്യാം. എന്നിട്ട് ഇത് റീഫ്രഷ് ചെയ്യാം. കണ്ടില്ലേ, ഹെഡിങ് ആയിട്ട് വന്നു. കുറച്ച് ഹൈലൈറ്റ് ആക്കി കുറച്ച് വലുതായിട്ട് കാണിക്കുന്നതാണ് h1. അടുത്ത് നമുക്ക് അതൊരു h2 ആക്കി നോക്കാം. നമുക്ക് റിഫ്രഷ് ചെയ്യാം. കണ്ടോ, സൈസ് കുറഞ്ഞില്ലേ? അതുപോലെ h1 തൊട്ട് h6 വരെ ഉണ്ട്. അപ്പൊ അതിന്റെ ഓരോ ഇത് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ഇനി h5 യൂസ് ചെയ്ത് നോക്കാം. എന്നിട്ട് സേവ് ചെയ്യണേ. നോട്ട് പാഡ് ചെയ്യുമ്പോൾ നമ്മൾ സേവ് ചെയ്യണം. എന്നിട്ട് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടോ, അതിന്റെ സൈസ് കുറഞ്ഞ കണ്ടോ?